ഇനി ഒരു നിമിഷം പോലും അവിടെ തുടരാൻ പാടില്ല. നന്ദു പറയുന്നൊക്കെ ശരിയാ. ആദ്യം നമുക്ക് കാര്യങ്ങളൊന്ന് വിശദമായിട്ട് സംസാരിക്കാം. എടുത്തു ചാട്ടൊന്നും വേണ്ട. എനിക്ക് ഇപ്പൊ തന്നെ പെട്ടിയും കിടക്കെടുത്ത് ഇറങ്ങി പോയാൽ കൊള്ളാന്നുണ്ട്. നന്ദു ബഹളം വെക്കല്ലേ. നമുക്ക് ചേച്ചിയോട് സംസാരിക്കാം. ആദ്യം നമുക്ക് ആ പരമേശ്വരങ്ങളുടെ വീട്ടിൽ പോവാം. അമ്മ പറഞ്ഞ പോലെ സുജാതാന്റിക്ക് ഇപ്പൊ ഒരു കൂട്ടാ വേണ്ടേ. അവിടെ പോയിട്ട് വന്നിട്ട് നമുക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാം. അതുവരെ നന്ദു ഇതിനെക്കുറിച്ച് ഒന്നും മിണ്ടരുത്. ആ ശരി, നമുക്ക് ഇവിടെ ഇറങ്ങാം. ഗൗരി എന്തോ കഴിക്കാനുണ്ട്. വേണ്ട വേണ്ട, പോവാം. ഞാൻ ഒന്ന് പറഞ്ഞിട്ട് വരാം. ആ അമ്മേ, ഇല്ല ഞാൻ പോകുന്നില്ല. ദേവി പരമേശ്വരൻ അങ്കിളുടെ വീട്ടിലാക്കിയിട്ട് എനിക്കൊരിടം വരെ പോകാനുണ്ട്. ആ ശരി. എന്താ ഈ സമയത്ത് മുറ്റോടിക്കുന്നേ? വീട്ടിലിപ്പോ 100 കൂട്ടം ജോലികളില്ലേ, ഓരോന്ന് കഴിഞ്ഞിട്ട് വേണ്ട മറ്റൊന്ന് ചെയ്യാൻ. രാവിലെ ദേവി മുറ്റടിച്ചാണല്ലോ. അതുകൊണ്ടെന്താ, എനിക്ക് ഈ വീട് വൃത്തിയായിട്ട് കിടക്കണമെന്ന് തോന്നുമ്പോ ഞാനത് ചെയ്യും. ശരി, അത് ചേച്ചിയുടെ ഇഷ്ടം. ചേച്ചി വാ, എനിക്കൊരു ചായ എടുക്ക. ഞാനിപ്പോ ഒരു ജോലിയിലല്ലേ, നീ ഇപ്പൊ ചായ ഇട്ട് കുടിച്ചോ. ചേച്ചി അങ്ങനെ എങ്ങനെ? സാധാരണ ഞാനൊരു ചായയോ കോഫിയോ ചോദിക്കേണ്ട താമസം. ചേച്ചി ഓടിച്ചു നിൽക്കുന്നതാണല്ലോ, ഇന്നെന്ത് പറ്റി? എന്നും ഒരുപോലെ ഇരിക്കോ, മനുഷ്യരല്ലേ. എന്താ ചേച്ചി, മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എല്ലാം കൊണ്ടും ബുദ്ധിമുട്ടിലാണല്ലോ ഞാനിപ്പോ. ബുദ്ധിമുട്ടൊക്കെ തന്നെയാണ്, പക്ഷെ ആ ബുദ്ധിമുട്ടുകളൊക്കെ മറിക്കുന്ന തരത്തിൽ ഒരു സ്നേഹബന്ധമൊക്കെ കാണാമായിരുന്നു. അതൊക്കെ ഇപ്പോഴും ഉണ്ട്. ഇല്ല, അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ചോദിച്ചുടനെ ചായ തന്നേനെ. എന്താ നന്ദാ? ഒന്നുമില്ലമ്മ. ഒന്നുമില്ല, അതിന് നീ എന്നോട് വഴക്കിന് വന്നേ? ഞാൻ എന്ത് വഴക്കിന് വന്നു? ഒരു ചായ ഇടാൻ പറഞ്ഞാണോ ഇങ്ങനെ? അനിയനും പെങ്ങളും എപ്പോഴും ഇങ്ങനെയാണോ? ഏയ്, എപ്പോഴും ഇങ്ങനല്ല. ഇതേ ഇപ്പോഴേ ഇങ്ങനെ അല്ലേ ചേച്ചി? നീ ഒന്ന് പോയ നന്ദ. നന്ദമ്മ, ഞാൻ ചായ എടുത്തു തരാം. വേണ്ടമ്മേ, അവൻ എടുത്തോളും. രജനി, നീ കൂടുതൽ ചേച്ചിയമ്മ കളിക്കല്ലേ. മോൻ വാ. വേണ്ടമ്മേ, എനിക്കിപ്പോ ചായ വേണ്ട. അങ്ങനെ പറഞ്ഞാ പറ്റില്ലല്ലോ. ചായ ചോദിച്ചിട്ട് അവളെ തന്നില്ലെങ്കിൽ ഞാൻ തരും. വാ വാ.